നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ നിന്റെ പ്രശ്നം? എടാ ഞാൻ എല്ലാം അറിഞ്ഞു. നീ എന്തിനുള്ള പുറപ്പാടാ? എടാ എല്ലാം അറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത്? തമാശ കളകിരി. എടാ എന്റെ ബാധ്യതയെല്ലാം നീ ആയിട്ട് തീർക്കേണ്ട ആവശ്യം എന്താ? അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. അതിന്റെ വഴി ഇത് തന്നെയാണെന്ന് നീ അങ്ങ് കൂട്ടിക്കോ. തീർന്നില്ലേ പ്രശ്നം? എടാ എന്തിനാ നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നേ? ഇതിന്റെ ആവശ്യം എന്താ? എടാ ആകാശേ, നീ എന്റെ ഉറ്റ സുഹൃത്തോ കമ്പനിയുടെ സ്റ്റാഫോ മാത്രമല്ല. എടാ നീ എന്റെ ചങ്കാണ്. എന്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ എന്റെ കൂടപ്പിറപ്പാ. ആ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് കാര്യവും കാരണം ഒന്നും വേണ്ട. വേണോ? ആകാശേ, ഒരുപാട് വീഴ്ചകൾ എന്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. ഒരുപാട്. അതൊക്കെ എന്നാലാവും വിധം പരിഹരിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. പണ്ടേ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. ഗിരി അല്ല ഗിരി. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം എന്നെ ചെയ്യാൻ നീ അനുവദിച്ചേ പറ്റൂ. അല്ല, എനിക്ക് നിന്റെ അനുവാദം ആവശ്യമില്ലെങ്കിലോ? നീ തന്ന റെസിഗ്നേഷൻ ലെറ്റർ, നീ ഈ കാണിച്ച പ്രഹസനത്തിന്റെ കാര്യത്തിലേ, അതിൽ ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുക. തീർന്നില്ലേ? ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ തന്നിട്ട് ഈ കമ്പനിന്നോ എടാ എന്റെ ജീവിതത്തിൽ നിന്നോ ഇറങ്ങിപ്പോവാൻ ഇനി ഞാൻ നിന്നെ വിടില്ല ആകാശേ. എടാ ഗിരി, ഗിരിയുടെ വീട്ടിലെ ഭക്ഷണകാര്യങ്ങളെ ഏതാണ്ട് സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെയാ. ഓരോരുത്തർക്ക് എന്ത് വേണോ അത്. ഇഷ്ടം പോലെ പാചകക്കാരുണ്ടേ. അമ്മ, ഇതുപോലത്തെ പൊട്ടിട്ടോ കറി ഒരു പ്രാവശ്യം ഞാൻ അവിടുത്തെ ദാമോദരേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചു നോക്കി. എന്നിട്ട് എന്താ, അമ്മ ഉണ്ടാക്കുന്ന പൊട്ടിട്ടോ കറിയുടെ ലോകത്ത് വരില്ല. ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. അതെ, അവര് വന്നു. അതെ, ഇവള് പോകുമ്പോ ബാക്കിയുള്ള കറി മുഴുവൻ ഒരു പാത്രത്തിലാക്കി അടച്ചു കൊടുത്തു വിട്ടേക്ക്. അത്താഴത്തിനെടുക്കാലോ, ഇരിക്കും കഴിക്കാലോ. ഏയ്, ഉച്ചക്ക് ഉണ്ടാക്കിയതൊന്നും ഗിരി രാത്രി കഴിക്കാറില്ല. പക്ഷെ ഞാൻ കഴിച്ചോളാം. ചേച്ചി, എടാ ചേച്ചി ഇപ്പൊ വന്നു. വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പ്ലാൻ മാറ്റി വെച്ച് ഇവിടെ നിന്നേനെ. അതൊന്നും സാരില്ലട്ടാ. എങ്ങനെയുണ്ട് സനു പുതിയ വീട്ടിലെ ജീവിതമൊക്കെ? ഓരോരോ കാര്യങ്ങള് കണ്ടും കേട്ടും പുതുതായി പഠിച്ചു വരിക. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വരാം. ശരി മോളെ. ഒരെണ്ണമാ കഴിക്കും മോളെ. മതി 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 അമ്മേ. നീ ഒരു ചപ്പാത്തി അല്ലേ കഴിച്ചുള്ളൂ, ഇതൂടെ കഴിച്ചേ. ഇന്ന് രാത്രി ആകാശിന്റെ വീട്ടിലെ ഗിരിയുടെ കൂട്ടത്തിൽ പോയിട്ട് ഡിന്നർ കഴിക്കാനുള്ളതാ. ഒരുപാട് കഴിച്ച് വയറ് നിറച്ചാലേ ശരിയാവില്ല. അതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതേ, നീ എന്ത് ചെയ്യാ ഇവിടെ? താലിയുടെ ഭംഗി കാണാ. ഈ ഇത്തിരി പൊന്നിന് എന്താ പ്രത്യേകത നോക്കുമായിരുന്നു. ഇത്തിരി പൊന്നോ? ഒരു പെണ്ണിന്റെ ജീവിതം അത്. ഈ കെട്ടിയവന്റെ കാൽച്ചുവട്ടി കിടക്കുന്ന ജീവിതമല്ലേ? അതെന്തായാലും സുസ്മിതയ്ക്ക് വേണ്ട. ഇനിയിപ്പോ എന്തായാലും കെട്ടിപ്പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. കെട്ടിയതാണ് പ്രശ്നമെങ്കിലേ ഞാനിതങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എന്താ നീ പറഞ്ഞേ? നിനക്കെന്താ മലയാളം മനസ്സിലാവില്ലേ? ഞാൻ ഈ താലി പൊട്ടിച്ചെന്ന്. സുസ്മിതേ, ദേ നിനക്ക് ഇനിയും മാറാൻ സമയമുണ്ട്.
ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു. പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്ക്. പഴയതൊന്നും മനസ്സിൽ വെക്കരുതെന്ന് പറഞ്ഞാ നിനക്ക് ജയിക്കാൻ ഞാൻ അവസരം ഒരുക്കണം എന്നും. ഞാൻ തോറ്റു എന്ന് പറഞ്ഞ പഞ്ചപുച്ഛം അടക്കി നിന്റെ വഴിന്ന് മാറിത്തരണം എന്ന്. ഇതിൽ ജയത്തിന്റെയും തോൽവിയുടെയും ഒന്നും കാര്യമില്ല സുസ്മിതേ. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം. നീ എനിക്ക് ശത്രുവല്ല. നീയും നന്നായി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളൂ. എന്നെ ഈ ആട്ടിൻകൂട്ടി കൊണ്ടിട്ടിട്ട് നിന്റെ സാരോപദേശ പ്രസംഗം കേൾക്കാൻ നല്ല രസമുണ്ട് ശാലിനി. ദേ ഒന്നോർത്തോ, വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കി ഇപ്പൊ നിന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി തോൽവി സമ്മതിച്ചേനെ. പക്ഷെ ഇത് സുസ്മിതയാടി, സുസ്മിത. കഴുത്തറ്റം വരെ എത്തിയ താലി 2 വട്ടം കൈവിട്ടു പോയിട്ടും അതേ പുരുഷൻ അത് കഴുത്തിൽ കെട്ടാൻ തപസ് ചെയ്ത പെണ്ണാ. ആ പെണ്ണിന്റെ കഴുത്തിൽ അബദ്ധത്തിലൊരു താലി വീണു പോയാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലടി. കഴുത്തിലൊരു വണ്ട് വന്നിരുന്നാൽ അത് തട്ടിക്കളയുന്നത് പോലെ സുസ്മിത അതങ്ങ് തൂത്തുകളയും. നീ മാറാൻ തയ്യാറല്ല. എന്റെ വിഷ്ണുവേട്ടനെ വിടാനും. സൂര്യനും ചന്ദ്രനും ഒക്കെ നാളെ ചിലപ്പോൾ ഉദിച്ചില്ലാന്നിരിക്കും. ഈ ഭൂമി മുഴുവൻ ഒരു അഗ്നിഗോളമായി കത്തി തീർന്നെന്നും ഇരിക്കും. പക്ഷേ ഈ സുസ്മിതയ്ക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ലടി. സൂര്യചന്ദ്രന്മാരെ പോലെ ഗഹനമായ കാര്യങ്ങളൊക്കെ വിട്. നിന്റെ വാമാൻറ്റി വന്നിട്ടുണ്ട്. അതിന് നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല. വാമാൻറ്റി അന്വേഷിക്കുന്ന. മാമാന്റെ ആണെങ്കിൽ എന്താടി, എന്റെ മൂക്ക് ചെത്തോ? നീ വരില്ല എന്ന് ഉറപ്പാണോ? ഉറപ്പാണെന്ന് പറഞ്ഞില്ലേടി. ശരി. ഈ കൊലക്കാര് കെട്ടിയവനെ കൊണ്ട് തന്നെ അത് അഴിപ്പിക്കാൻ എനിക്കറിയാം. ഭാമാൻറ്റി പോലും അറിയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, പെട്ടല്ലോ. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ ബന്ധം ഇഷ്ടമല്ലാന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് വീണ്ടും ഭാമാന്റെ അടുത്തേക്ക് പോവാന്നാ കരുതിയത്. പഴയതുപോലെ അവിടെ നിന്ന് വിഷ്ണുവേട്ടന് വേണ്ടിയുള്ള പോര് തുടങ്ങാമായിരുന്നു. ഇതിപ്പോ ഭാമാന്റെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്നെ അവിടെ കേറ്റില്ല, അമ്മയെ അടിച്ചിറക്കും. നിനക്ക് മുന്നിൽ വേറെ വഴിയില്ല സുസ്മിതേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ. അത് തന്നെ വഴി. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന രോഹിത്തേട്ടൻ കരുതിയോ? ഏത് പെൺകുട്ടിയും അങ്ങനെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ സുസ്മിത അങ്ങനെ പറയില്ല രോഹിത്തേട്ടാ. അത്രയ്ക്കുണ്ട് എനിക്ക് രോഹിത്തേട്ടനോടുള്ള പ്രണയം. രോഹിത്തേട്ടൻ എവിടെയുണ്ടോ അവിടെയാ എന്റെ സ്വർഗം. 7 നിലയുള്ള കൊട്ടാരത്തേക്കാൾ എനിക്കിപ്പോ ഇഷ്ടം ഈ കൊച്ചു വീടിനോടാ. ഇവിടുന്ന് തന്നെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകല്ലേ രോഹിത്തേട്ടാ. രോഹിത്തേട്ടന്റെ ശ്വാസവും ഗന്ധവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ തന്നെ വേണം അവശേഷകാലം എനിക്ക് ജീവിക്കാൻ. ഒരുപാട് കാലം ജീവിച്ചു കഴിയുമ്പോ നമ്മുടെ പ്രണയം പോലെ നിശാഗന്ധികൾ സൗരഭ്യം പരത്തുന്ന ഒരു രാത്രിയിൽ രോഹിത്തേട്ടന്റെ മടിയിൽ തല വെച്ച് കിടന്ന് എനിക്ക് മരിക്കണം. ഇത്രയും സാഹിത്യമൊക്കെ നിനക്ക് അറിയാറുണ്ടോടി? ഈ വിഷ്ണുവേട്ടൻ എന്തിനാ ഭാമാൻറ്റിയെ തടയുന്നത്? ഇത്രയും ഞാൻ പെർഫോം ചെയ്ത സ്ഥിതിക്ക് ഇതിനു മുകളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലല്ലേ സീൻ മുന്നോട്ട് പോവും. ഈ മരപ്പൊട്ടനാണെങ്കിൽ അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അനങ്ങാതെ നിൽക്കുക. അടുത്ത ആയുധം എടുത്തോ സുസ്മിതേ, ഇല്ലെങ്കിൽ റിസ്ക്. എന്തായാലും റിസ്ക് എടുക്കണ്ട. ഭാമാൻറ്റിക്ക് കടുകുമണിയോളം പോലും സംശയം തോന്നണ്ട.
ഇതിലും ഭേദം ചാകുന്നതായിരുന്നു. ഏത് ജന്മപുണ്യം കൊണ്ടാ എനിക്ക് രോഹിത്തേട്ടനെ ഭർത്താവായി കിട്ടിയത്? കാര്യം ഇതൊരു സ്വപ്നാണെന്ന് പോലും എനിക്ക് സംശയം തോന്നാം. എന്നെ നോക്കല്ലമ്മ. ഇതിനൊക്കെയുള്ള യോഗ്യത ഉണ്ടോ രോഹിതേട്ട എനിക്ക്? ഇപ്പോ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ രോഹിതേട്ട. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും രോഹിതേട്ടന്റെ ഭാര്യ ഞാൻ തന്നെ ആയിരിക്കണം. ഭാമാൻറ്റി, നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? കുറച്ച് സമയമായി. ഞാൻ രോഹിതേട്ടനെ കളിപ്പിക്കാനായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇഷ്ടമുള്ളവരല്ലേ വഴക്ക് പറയാ? കുട്ടികളെ അച്ഛനമ്മമാരെ വഴക്ക് പറയില്ലേ? അത് ഇഷ്ടം കൊണ്ടല്ലേ? അതുപോലെ വിശാൽ സാറിന് എന്നെ ഇഷ്ടം, അതുകൊണ്ടല്ലേ എന്നെ വഴക്ക് പറയുന്നത്? ഇവളെന്താ ഈ പിറുപിറുക്കുന്നത്? മണി, എനിക്ക് വിശാൽ സാറിന് ജീവനാന്ന് വിശാൽ സാറിനോട് പറയണം. ആ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് നാണോ? എന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ പറയുന്നൊന്നും വ്യക്തമൊന്നുമില്ല. പറയില്ലേ? മോനോട് ഞാൻ പിണക്കോ? വിശാൽ സാർ എൻ്റെ അടുത്ത് വരുമല്ലോ, ഞാൻ തന്നെ പറഞ്ഞോളൂ. അയ്യേ വിശാൽ, നാണമില്ലേ നിനക്ക്? എന്താ അമ്മ? ഞാൻ കണ്ടില്ലെന്നാണോ നിന്റെ വിചാരം? അമ്മ എന്ത് കണ്ടു? അമ്മ എന്തോ തെറ്റിദ്ധരിച്ചതാ. അല്ല, ഇവളെന്തോ പിറുപിറുക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഇനിയിപ്പോ അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ അമ്മ അടുത്ത് വന്ന് നോക്ക്. ചെല്ല. വിശാൽ സാറ്, സാറിന് എനിക്ക് ജീവനാ. വിശാൽ സാർ എന്നോട് പിണങ്ങിയ എനിക്കത് സഹിക്കാൻ കഴിയില്ല. സാർ എന്നെ സ്നേഹിക്കണേ, ഒരുപാട് സ്നേഹിക്കണേ. അവൾ എന്താ പറയുന്നേ? അതെന്തിനാ നീ അറിയുന്നത്? മണി, നീ പോയോ? വിശാൽ സാറിന് എന്നെ ഇഷ്ടാ. ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല, അഭിനയവ. ആൺകുട്ടികളെ മയക്കാൻ ഇതുപോലുള്ള പല അടവുകളും പയറ്റും തലതെറിച്ച പെണ്ണുങ്ങള്. വിശാൽ, അവൾക്ക് നിന്നോട് പ്രേമമാണെന്ന് ഉറക്കപ്പിച്ചില് അല്ലാതെ അവള് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അവളോടോ? പറ, തുറന്നു പറയാൻ. അതറിഞ്ഞിട്ട് വേണം ഇതുപോലുള്ള സന്ദർഭങ്ങളില് നിങ്ങൾക്കിടയിൽ കയറി നിൽക്കണോ അതോ ഞാൻ നിങ്ങളെ നിങ്ങളുടെ പാട്ടിന് വിടണോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ. പറയാൻ. അമ്മേ, ഇത്രയും കാലം ഞാൻ കണ്ട വിശാലല്ല ഇപ്പൊ നീ. ആകെപ്പാടം നിനക്കൊരു മാറ്റുവാ. ഏതു നേരവും ഇവളുടെ അടുത്ത് തന്നെ. നിനക്കിവളോട് പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്കറിയണം. പ്രേമവും ഇല്ല, ഒരു മണ്ണാൻ കട്ടയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്, ഒരു കടം വീട്ടൽ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. വിശാൽ, നീ എന്നോട് കള്ളം പറയത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്ത് നിന്നോട് ചിലത് ഞാൻ പറയാൻ പോവാ. കേട്ട് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം അതുപോലെ ചെയ്യാമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് നിന്നേ. വയ്യാതെ കിടക്കുന്ന മരുമോള് ചുമയ്ക്കുന്നത് കണ്ടിട്ടും ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത അമ്മായിയമ്മയ്ക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലല്ലേ? ഇല്ല. മനുഷ്യത്വ ഇല്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമാണോ ഇൻസ്പെക്ടർ? കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ സാറ് കേസെടുത്തോ. എന്നിട്ട് എന്നെ കൊണ്ടുപോയി തൂക്കിലും ഏറ്റ്. മനുഷ്യത്വം ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വേറൊരു വകുപ്പുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും. ഗാർഹിക പീഡനം. ഇര ഇവിടെ കിടപ്പുണ്ട്. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. സാക്ഷികളിൽ ഒരാൾ ഈ ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് സാറ് സീരിയസ് ആയിട്ട് എടുത്തോ. സാർ ഒരു ചൂടനാണെന്ന് ഗോപിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചൂടൻ മാത്രമല്ല കേട്ടോ, ഒരു അരസികനും കൂടിയാ. തമാശ പറഞ്ഞാ മനസ്സിലാവില്ല. അധികം തമാശിക്കാതെ പ്രഭാവതി അമ്മ ചെല്ലി. പാർവതി ദത്തെടുത്തിരിക്കുക ആ CI അരവിന്ദൻ. അവളെ ആരെങ്കിലും തൊട്ടാ മൂക്ക് ചെത്തിക്കളയും. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം. അയാളോട് ഉടക്കാൻ നിൽക്കണ്ടമ്മേ. അയാളൊരു പോലീസ് ഓഫീസറല്ലേ. നമ്മളെ ഒന്ന് വട്ടം കറക്കാൻ അയാൾ വിചാരിച്ചാ കഴിയും. എടാ, ഞാൻ ഉടക്കാൻ പോയതാണോ? ഇങ്ങോട്ട് കയറി വന്ന് ഷോ കാണിച്ചതല്ലേ. ഡൊമസ്റ്റിക് വയലൻസിന് നമ്മളെ പൂട്ടുവെന്ന്. അമ്മേ, ഞാൻ അയാളോടൊന്ന് സംസാരിക്കാം. എന്തിന്? അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു. ഞാൻ വന്നത് നിന്നോട് വേറൊരു കാര്യം പറയാനാ. എന്താ അമ്മേ? പാർവതി ഇനി നമുക്ക് ഇവിടെ കിടത്തണ്ട. ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യിക്കേ. ഡിസ്ചാർജ് ചെയ്യിക്കാനോ? അമ്മ എന്താ ഈ പറയുന്നേ? ICUവിൽ നിന്ന് ഇപ്പൊ റൂമിലേക്ക് മാറ്റിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ മോനെ, അവളിപ്പോ സ്റ്റേബിൾ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ കിടത്തുന്നത് പോലെ നമുക്ക് വീട്ടിൽ കിടത്തിയാ പോരെ? അമ്മേ, പേടിക്കണ്ട. അവളെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവും. അതമ്മേ, തർക്കിക്കാൻ നിൽക്കാതെ അമ്മയുടെ പൊന്നുമോൻ അമ്മ പറയുന്ന അനുസരിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ നമ്മുടെ കപ്പിൾസ് എല്ലാം അവരവരുടെ ക്ലൂ കളക്ട് ചെയ്തിട്ട് വരികയാണ്. ഓരോരുത്തർക്കും ക്ലൂ കിട്ടിയല്ലോ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ക്ലൂ അനുസരിച്ച് കളറുകൾ സെലക്ട് ചെയ്യാം. കളറുകളെല്ലാം ദാ ബൗളിലിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ക്ലൂ കിട്ടിയില്ല. ക്ലൂ കിട്ടിയില്ലേ? എല്ലാവരുടെയും ബാഗുകളില് ഞങ്ങൾ ക്ലൂ കൃത്യമായി എഴുതി വെച്ചിരുന്നാണല്ലോ. ഞങ്ങളുടെ ബാഗിൽ ഇതില്ലായിരുന്നു. പിന്നെ അതിനെന്ത് സംഭവിച്ചു? ബാഗിൽ നന്നായി നോക്കിയിരുന്നു നിങ്ങൾ? ആ, ഞങ്ങൾ നോക്കിയായിരുന്നു സർ, അതിലൊന്നും കണ്ടില്ല. അതൊരു പ്രശ്നമായല്ലോ ഇപ്പോ. ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇവരെ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കണം. അതൊരു നീതിയല്ലല്ലോ. കുഴപ്പം പറ്റിയത് ആർക്കാണെന്ന് അറിയാതെ അവരെ ഔട്ടാക്കുന്നത് ന്യായമല്ലല്ലോ. ഔട്ടാക്കണമെന്നാ എന്റെ പക്ഷം. ഇതൊരു കോമ്പറ്റീഷനാ. ഈ കോമ്പറ്റീഷന് അതിന്റേതായ നിയമങ്ങളുണ്ട്. എന്ത് നിയമം ഉണ്ടെങ്കിലും അന്തിമ തീരുമാനം ജഡ്ജസിനുള്ളതാണ്.
അതനുസരിച്ച് ഞാൻ പറയുന്നു, ഈ കപ്പിൾസിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് ഒടുവിൽ അവർക്കൊരു ചാൻസ് കൊടുക്കാം. മോഹൻ സാർ എന്ത് പറയുന്നു? ഞാനും മീര മേഡത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ജഡ്ജസ് തമ്മിൽ അഭിപ്രായ ഭിന്നത അനാവശ്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത വന്നതുകൊണ്ട് 3-2 ഭൂരിപക്ഷത്തോടെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നടപ്പാക്കുകയാണ്. ബാഗിൽ വെച്ച ക്ലൂ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. എന്നുവെച്ചാൽ നിങ്ങളെ കോമ്പറ്റീഷനിൽ നിന്ന് ഒഴിവാക്കൊന്നും അല്ല കേട്ടോ. അവസാനം ഒരു ചാൻസ് തരും. അതിൽ ജയിച്ചാൽ മത്സരത്തിൽ തുടരാം. തൽക്കാലം നിങ്ങൾ അല്പസമയം മാറി നിൽക്കൂ. ഓക്കെ, പിന്നീട് ജോയിൻ ചെയ്യാം. താങ്ക് യു. സാരമില്ല, വാ. ഓക്കെ, സോ ഐശ്വര്യ ആൻഡ് അരുൺ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ക്ലൂ? അസ്തമയ സൂര്യൻ. ഓക്കെ, സോ അതിന്റെ കളർ സെലക്ട് ചെയ്ത് ജഡ്ജസിനെ കാണിക്കൂ. Yes. Okay, you are qualified for next round. Congratulations. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. The first contestant is Aishwarya Arun. Here you go. Husband of my mind, right? Okay. Whenever I think of my husband, I become tearful. But they are not tears of sorrow. They are tears of joy. He is the best thing happened to me in my entire life. Wow, that was an amazing performance. Thank you. അടുത്തതായിട്ട് വരുന്നു ശ്യാമ വാസുദേവൻ. husband. My husband is everything to me. I used to imagine Lord Krishna being with me every time. And Akhil sir, he has exact face of Lord Krishna. He understands me more than anyone. And I truly believe that he is my own Krishna who is going to lead me towards the light.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെ പോവാ? ആരായി ഫോണില്? പഠിക്കുന്ന സമയത്തെങ്കിലും ഓഫ് ചെയ്ത് വെച്ചൂടെ നിനക്ക്? ഇതെന്റെ കൂട്ടുകാരിയാ. പാവം, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതായിരിക്കും. ഓഹോ, കൂട്ടുകാരിയാണോ? കൂട്ടുകാരിയാണെങ്കിലേ നിനക്കെന്താ ഇവിടെ നിന്ന് സംസാരിച്ചാൽ? ഓ, നിങ്ങള് തമ്മിലേ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണോ? ഞാൻ കേൾക്കാതെ സംസാരിക്കാൻ. ഇവക്ക് ഫോൺ എടുത്ത എന്താ? ഇരുന്ന് പഠിക്കുവണ്ണേ, എക്കോടെ കടക്കാതെ. നിനക്കതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തുകൂടെ? അച്ഛൻ ഇനി ഇതും പറഞ്ഞ് ദേഷ്യപ്പെടണ്ട. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോളാം. ശരി മോളെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്തു പറ്റി അമ്മേ? അമ്മയുടെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. അവരെന്താ സംസാരിച്ചേ? ഹേ, ഒന്നുമില്ലടാ. അമ്മ കാര്യം പറ. നിങ്ങൾ അമ്മമാർക്ക് മാത്രമല്ല, ഞങ്ങൾ മക്കൾക്കും മുഖം നോക്കി ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഒന്ന് പോടാ. സ്വർണം മേടിക്കുന്നതിന്റെ ചെലവിനെ പറ്റി ഓർത്തിട്ടാണോ? അതാലോചിച്ച് അമ്മ ഒരു ടെൻഷനും അടിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? ഞാൻ അറിയാത്ത എന്ത് പൈസ എന്റെ അടുത്തുള്ള? അതിന് എന്റെ കയ്യിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? പിന്നെ എവിടുന്നാടാ? ഓഫീസില് അടുപ്പമുള്ള ഒരാളോട് ഞാൻ ഇത്തിരി കാശ് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നാളെ തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ ഞാൻ പറയാം. നമ്മുടെ അത്യാവശ്യ ചെലവൊക്കെ അതിൽ തീരും. അമ്മേ, ഏട്ടൻ പൈസ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? എടാ, ഇത് കഴിഞ്ഞാലും ആവശ്യങ്ങൾ കിടക്കല്ലേ? അതിനുള്ള വഴിയും കൂടെ കണ്ടിട്ടേ എനിക്ക് സമാധാനം ആവുള്ളൂ. അപ്പ എന്റെ അമ്മേ, നമ്മളെ പോലെയുള്ളവരൊക്കെ ജീവിക്കുന്നത് ഇതുപോലെ കടം മേടിച്ചിട്ടൊക്കെ തന്നെയാ. എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യത്തിൽ ധൈര്യമായിട്ടിരിക്കാം. ഞങ്ങൾ 2 ആൺമക്കള് അമ്മയെ സഹായിക്കാനില്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. അല്ല പിന്നെ, നമ്മൾ ഈ കല്യാണം പൊടിക്കും. എന്റെ മക്കൾ എന്റെ കൂടെയുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യേ, കളി തോറ്റപ്പത്തേക്ക് അച്ഛ അമ്മയെന്നാ. നീ ഇവിടെ മൂത്രം കൂടി ഒഴിക്കണം, അപ്പൊ തികയും. ഞാനെല്ലാത്തിനും അച്ഛനമ്മേനെ വിളിക്കണ. അല്ലാതെ നിന്നെ പോലെ ചെറുപ്പത്തിലെ അമ്മേനായിട്ട് ഒളിച്ചോടിയല്ല ഞാൻ. അറിയോ? സെന്റിമെന്റ് കയറി പിടിച്ചാണ്ടല്ല. ഞാൻ നിന്റെ എവിടെയും കയറി പിടിച്ചില്ല. വെറുതെ ഇല്ലാത്ത പറയരുത്. ഓ, പഴയ പോലെ ഇവന് ഒരു മാറ്റവും ഇല്ല. കാണടാ, പറയണ പുറത്ത്. എന്റെ തൊഴുത്തിന് പുറത്തിറങ്ങണ. അവനെ പിടിച്ച് പുറത്തായിരിക്കാൻ അതാ നല്ലത്. നീ മാറ്. പിന്നെ എന്തിന്റെ എന്താ പ്രശ്നം? സുലിത്താത്ത, ഇവനെ ഈ ഉത്തമൻ 4 ആളെയും കൂട്ടി എന്റെ തൊഴുത്ത് വിളിക്കാൻ വന്നിരിക്കാ. ഇവൻ നിന്നെ തല്ലിയോ? തല്ലില്ല, തല്ലാനൊക്കെ നോക്കിയാൻ. ഞാനാ തല്ലാനാ? ഞാൻ തല്ലാൻ പോയിട്ട് കൈ പൊക്കിയാവും കരയും. ആ കരയും. അതൊക്കെ പണ്ടത്തെ അപ്പുണ്ണി. ഇപ്പത്തെ അപ്പുണ്ണി നിന്നെ തലമണ്ട വെട്ടി പൊളിക്കും വേണമെങ്കിൽ. കണ്ടില്ല, ഇത്രേ ഉള്ളു. അപ്പൊ തന്നെ അമ്മേനെ വിളിച്ച് കരഞ്ഞു. ഉത്തമ, എന്താ പ്രശ്നം എന്ന് പറ. അത് ഈ നിൽക്കുന്ന ക്ഷീരകർഷകനോട് ചോദിക്കും. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാരാ? അതെ, ഞാനില്ലാത്ത നേരം നോക്കിട്ട് എന്റെ തൊഴുത്ത് വിളിക്കാൻ വന്നോനല്ലടാ നീ. എടാ, നീയല്ലേ ഇവിടെ നിക്കണത്? ഞാനിവിടെ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്? അതെനിക്കറിയില്ല.
ഓ എന്റെ പൊന്നെ, നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആധാരത്തിൽ വായിച്ചു കേട്ടല്ലേ നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലം മുഴുവൻ എന്റെ. അപ്പൊ എന്റെ സ്ഥലത്ത് ഇരിക്കുന്ന തൊഴുത്ത് എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇത് പൊളിച്ചു കളയാൻ പോകും. നീ എത്ര പ്രാവശ്യമാണ് നിന്റെ ശവത്തിന്റെ ഡയലോഗ് ഇറക്കണത്? ഞാൻ പറയും എന്റെ ശവത്തിൽ ചേർന്നിട്ട് തന്നെ നീ പൊളിക്കുള്ളൂ. അപ്പുണ്ണി ആവശ്യമില്ലാത്ത ഓഫർ ഒന്നും കൊടുക്കരുത്. ഇവൻ പറയുന്ന പോലെ ചെയ്യുന്നവനാ. സുലിത്താത്തൊന്നും മിണ്ടാണ്ടിരി, അന്ന് കാണണല്ലോ. എടാ ഈ തൊഴുത്തിന്റെ പാരമ്പര്യം എന്താന്ന് നിനക്കറിയോ? അത് ശരിയാട്ടാ മരതകം. ഇവിടെ നിന്നാണ് പഴശ്ശിരാജ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ പൊളിക്ക. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഉത്തമ. നീ തൊഴുത്ത പൊളിക്കുകയാണെങ്കിൽ ഞാൻ കോടതിയിൽ സ്റ്റേ ഓർഡർ കൊടുക്കും. നിനക്ക് ഡൽഹിയിൽ നിന്ന് വരും കേസ് ബാധിക്കാൻ വക്കീലന്മാര്. ഇനി വേണേർക്ക് അവിടെ നിന്ന് നിങ്ങൾ പൊളിക്കണം. கடவுளே மாமா வேண்டாம் விட்டுடுங்க. இது கேரளாவில் இந்த மாதிரி கேஸൊക്കെ பெரிய பிரச்சனை இருக்கும். നീ ഒന്ന് പോയി അവിടെ. ഇതിലും വലിയ കേസ് ഞാൻ കണ്ടിട്ടുള്ള. നിങ്ങൾ പൊളിക്കാൻ നോക്കണം. അവള് പറഞ്ഞ കേട്ടോ, അതാ നേര്. இந்த மாதிரி கேஸൊക്കെ பெரிய பிரச்சனை இருக்கும் மாமா விட்டுடுங்க மாமா. வா ഇത് പൊളിച്ചിട്ട് ഞാൻ വരും. ഉത്തമ എന്താണ് ഒരു കാര്യം പറയാം, ഒന്ന് വന്നേ. പറയണേ. അപ്പുണ്ണി അവിടെ പോയി നിൽക്കി, ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെ സ്വകാര്യം വേണ്ട, പരസ്യമായിട്ട് സംസാരിച്ചാൽ മതി. അപ്പുണ്ണി ഒന്ന് ചെന്ന് നിൽക്കി, പരിഹാരം ഉണ്ടാക്കാൻ സംസാരിക്കും. കൊടുത്താലോ? വേണ്ട, ഇങ്ങോട്ട് വാ. തൽക്കാലം തൊഴുത്ത് വിളിക്കുന്ന കാര്യം നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ഇത് പറയാൻ പിന്നെ അവിടെ തന്നെ പറഞ്ഞാൽ പോരായിരുന്ന. ഇങ്ങോട്ട്. അതായത് വേറൊന്നുമല്ല, ഇപ്പൊ രാഘവൻ നിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ അപ്പുണ്ണിയും കൂടെ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ നീ അകത്താവും. പിന്നെ നിനക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്, ഈ തൊഴുത്ത് പൊളിക്കണോ വേണ്ടയോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടെ ആലോചിക്കാൻ തോന്നുന്നു. അതെ, മജീദൊക്കെ പറഞ്ഞത് കൊണ്ട് തൽക്കാലം ഞാൻ തൊഴുത്ത് പൊളിക്കണില്ല. മജീദൊക്കെ പറഞ്ഞ കേൾക്കണം, നിനക്ക് നല്ലതാ. പക്ഷേ അടുത്തൊരവസരത്തില് ഇത് ഞാൻ പൊളിക്കും. നീ ഇങ്ങോട്ട് വാ, പൊളിക്കാൻ നീ ഇങ്ങോട്ട് വാ. നിന്റെ തലമണ്ട ഞാൻ പൊളിക്കും. വാടാ. എങ്ങോട്ട്? നിന്നോടല്ല, നിങ്ങൾ വാടാ. പോളാലോ. പൊളിക്കാൻ വന്നിരിക്കും അവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.